ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കൂന്നാണ്. ഇപ്പോൾ കൂന്നിൻ്റെ സീസണല്ലേ, കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പം അതിൻ്റെ നമ്മളെ സൈഡിൽ എങ്ങനെ ഇത് കറി വെക്കുന്നതെന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാം. ഫസ്റ്റ് ഇതിൻ്റെ നല്ല പാല് ക്ലീനാക്കണം. വേസ്റ്റ് ഉണ്ടതിനെല്ലാം എടുത്ത് ചാടണം. നല്ല പാല് ക്ലീനാക്കിയിട്ട് ബർബറാക്കിയിട്ട് സെറ്റായി വെക്കണം. അതിന് ശേഷം ഇല്ലേ, ചൂടുവെള്ളത്തിലിട്ടിട്ട് പാല് കഴുകണം. 2-3 പ്രാവശ്യം കഴുകണം. കുറച്ച് നേരം വെക്കണം ചൂടുവെള്ളം ഇട്ടിട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാമോ. തേങ്ങ ഫ്രൈ പാനിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ആക്കണം. തേങ്ങ ആയ പിന്നെ അതിനോടൊപ്പം ഉള്ളി ഇട്ടിട്ട് മിക്സ് ആക്കണം. ഒക്കെ ഉള്ളിയും തേങ്ങ ഒക്കെ തന്നെ വറുക്കണം. അത് കഴിഞ്ഞിട്ടില്ലേ, നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവും വരെ ഇത് വറുത്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് മുളക്, ഞാൻ 2 തരം മുളക് എടുത്തിന്. നല്ല മുളക് എടുത്തിന്, കുട്ടമുളക് എടുത്തിന്. രണ്ടും നല്ല പോലെ വറുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊത്തമ്പാരി, മല്ലി, പിന്നെ കറിച്ചപ്പല ഇതെല്ലാം ഇട്ട് നല്ല പാങ്ങല വറുക്കണം. വറുത്തിട്ട് ഞാൻ എൻ്റെ ഇവിടെ വലിയ കല്ലിൽ ഞാൻ അരക്കുന്നത്. മിക്സിയിൽ അരച്ചെങ്കിൽ ആവും, മാത്രം നൈസ് അരക്കണം. പിന്നെ ഇതിലേക്ക് പുളി ഇടണോ, മഞ്ഞൾപ്പൊടി ഇടണോ, ഇതെല്ലാം ഇട്ട് പാല നൈസ് അരക്കണം. അരയാൻ നമുക്ക് വെള്ളുള്ളി ഇട്ടിട്ട് മിക്സ് ആക്കണം. ഇതിൽ തന്നെ നൈസ് അരിഞ്ഞിട്ടാകുമ്പോൾ കല്ലിൽ എടുത്തിട്ട് നമുക്ക് കറി വെക്കുന്ന ഇതിലേക്ക് പോകാം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഇടണം. ആവശ്യത്തിന് കുറേ ഇടങ്ങ കുറച്ച്. മസാല നമ്മൾ ഇപ്പോൾ മസാല ചെയ്യുന്നില്ല, അത്ര തന്നെ മതി, കുറേ വേണ്ട. ഉള്ളി ഇടാം, തക്കാളി ഇടണം, പച്ചമുളക് ഇടാം. ഇത്രയെല്ലാം ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ആക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം, മഞ്ഞൾപ്പൊടി ഇടണം. നല്ല മസാലയോളം നമ്മതിനെ സോട്ടായിക്കൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ചിക്കൻ കറിയല്ല വെക്കുന്നില്ല, അതുപോലെ തന്നെ ആക്കാനും കുറച്ച് ഡിഫറൻസ് മാത്രമേ കുറച്ച് ലാസ്റ്റ് അത്ര തന്നെ. പിന്നെ ചക്കക്കൊരു ഓപ്ഷണൽ ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇട്ടെങ്കിൽ. ചക്കക്കുരു വേവിച്ചതാവോ. പിന്നെ കൂന്നിടണം, കഴുകി വെച്ചത്. നല്ല പാലെ കഴിക്കണോ കൂന്നിനെ. ഇത് നല്ലോണം മിക്സ് ആക്കണം. നമ്മൾ മസാലയ്ക്ക് ഒട്ടി പിടിക്കുമ്പോഴത്തെ ഫുള്ള് മിക്സ് ആക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ടിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടിട്ട് മൂടി വെക്കാം. അങ്ങ് തിളച്ചിട്ടാകുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ കത്തി ചൂടാവാനി വെക്കണോ. എന്തിനാന്ന് ചോദിക്കണ്ട, എനിക്കറിയില്ല. പണ്ടത്തെ ഒരാക്കുന്നത് അങ്ങനെ ഞങ്ങൾ ആക്കുന്നത്. എല്ലാം മറക്കാൻ കഴിയില്ലല്ലോ, ഓറ് ആക്കിയതല്ലോ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മല്ലിച്ചപ്പിട്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇല്ലില്ല, നല്ല കടുമ്പിൻ്റെയൊക്കെ പൊരി കടുമ്പിൻ്റെയൊക്കെ പിന്നെ പത്തൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. എല്ലാവരും ട്രൈ ആക്കി നോക്കിയാവോ. ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.